ഇരട്ടയാർ അടയാളക്കല്ല് ഭദ്രകാളി ക്ഷേത്രത്തിൽ കുംഭഭരണി ഉത്സവം ഫെബ്രുവരി 18 മുതൽ 24 വരെ ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി നരമംഗലത്ത് ചെറിയ നീലകണ്ഠൻ നമ്പൂതിരി കൊടിയേറ്റും. അടയാളക്കല്ല് ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം 6 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. ഇരട്ടയാർ അടയാളക്കല്ല് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം 6 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. 18 ബുധനാഴ്ച രാവിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം 6 ഗണപതി ഹോമം, വൈകിട്ട് 6:45 ദീപാരാധന, വ്യാഴാഴ്ച പ്രത്യേക പൂജകൾക്ക് പുറമെ കൊടിക്കൂറ സ്വീകരണം എന്നിവയും നടക്കും. വൈകിട്ട് 6:15 MLA ഫണ്ടിൽ നിന്നും അടയാളക്കല്ല് ക്ഷേത്രത്തിന് അനുവദിച്ച ഹൈമാശ്രയ സ്വിച്ച് ഓൺ കർമ്മം MM മണി MLA നിർവഹിക്കും. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി KA, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനന്ദ് സുനിൽകുമാർ, ലാലിച്ചമ്പള്ളക്കട, രാജി ഹരികുമാർ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് 7:30 തൃക്കൊടിയേറ്റ് നടക്കും. 8:30 ഇടിഞ്ഞമല ഭദ്രസുധ തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിരയും കൊച്ചുകാമാക്ഷി ആലിംഗലമ്മ സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും നടക്കും. വെള്ളിയാഴ്ച രാവിലെ 6 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വൈകിട്ട് 7:30 തിരുവനന്തപുരം ബ്രഹ്മപുത്രയുടെ ശ്രീ മഹാഭാരതം ബാലയും അവതരിപ്പിക്കും. ശനിയാഴ്ച വൈകിട്ട് 5 ശാസ്താവിന് സമൂഹ എള്ളക്കിഴി നിരാഞ്ജനവും 7 മണിക്ക് ഇടിഞ്ഞമല കാണിക്ക മണ്ഡപത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താലപ്പൊലി ഘോഷയാത്രയും തെങ്ങണം ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളലും തുളസിപ്പാറ ശ്രീ മുരുക കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും നടക്കും. ഞായറാഴ്ച രാവിലെ 6 അഭിഷേകം, 12:30 പ്രസാദമൂട്ട്, വൈകിട്ട് 6:30 ദീപാരാധന, 7:30 മൂഴിക്കുളം നേപത്യ രാഹുൽ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കുത്തും, നൃത്തനിത്യങ്ങൾ, ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യം എന്നിവയും നടക്കും. ഫെബ്രുവരി 23 തിങ്കളാഴ്ച പതിവ് ചടങ്ങുകൾക്ക് പുറമെ പൊങ്കാല മഹോത്സവത്തിന് അയ്യപ്പ സേവാ സംഘം ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് PN സതീശൻ ഭദ്രദീപം കൊടുത്തു. വൈകിട്ട് 7 താലപ്പൊലി ഘോഷയാത്രയും ചലച്ചിത്ര സീരിയൽ താരം അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡ്രാമയും നടക്കും. ഫെബ്രുവരി 24 രാവിലെ 8 ആറാട്ട് എഴുന്നള്ളത്ത്, 12:30 ആറാട്ട് സദ്യ, രാത്രി 8 ക്ഷേത്രത്തിലെ തിരുവുത്സവ വഴിപാടായ കല്ലുങ്കൽ നവഗണ ഗുരുതിയും നടക്കും. 24 ചൊവ്വാഴ്ച രാവിലെ 8:30 തിരുവാറാട്ടാണ്. ക്ഷേത്ര കുളത്തിലേക്ക് ആറാട്ട് എഴുന്നള്ളിക്കുകയും ശേഷം ആറാട്ട് തിരിച്ചു വരുന്ന മുറയ്ക്ക് സമയത്തിന് തൃക്കൊടി ഇറക്കും നടക്കും. തുടർന്ന് ആറാട്ട് സദ്യ 8 മണിക്ക് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം തീരുമാനമനുസരിച്ച് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്താനാണ്. പോരാത്തിന് നിങ്ങളുടെ ഏവരുടെയും സഹകരണങ്ങൾ എല്ലാ കാര്യത്തിലുള്ള ഈ തിരുവുത്സവം ഭംഗിയാക്കി നടത്തണമെന്ന് മേൽശാന്തി മോഹൻ തിരുമേനി, ക്ഷേത്രം പ്രസിഡന്റ് KG വാസുദേവൻ നായർ, സെക്രട്ടറി സതീഷ് കുമാർ, ട്രഷറർ ശ്രീകാന്ത് എടാട്ടയിൽ, വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശിവദാസ് പുതുപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.